ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 26 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്: അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ എന്തു തന്നെ ഈ ലോകത്ത് വച്ചനുഭവിക്കാനുണ്ടായിരുന്നാൽ തന്നെയും അതിൽ നിന്നെല്ലാം വിട്ടുമാറിക്കൊണ്ട് അവിടത്തോട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. പശ്ചാത്താപമുണ്ടാവുക സ്വാഭാവികമാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ചെയ്തു തീർക്കേണ്ടതായിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അസ്വസ്ഥത, കഴിഞ്ഞുപോയവ തിരികെ പിടിച്ച് അതിൻ്റെ കടം തീർക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ ഇന്നിൽ ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആകയാൽ ഈശോയുടെ സന്ദേശം ലോത്തിന് സംഭവിച്ചത് അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് ലോത്ത് മുന്നോട്ട് നീങ്ങി. എന്നാൽ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതോ, അവൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നതിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ ഉപ്പുതൂണായി മാറിയെന്നും ഈശോ നമ്മളോട് വ്യക്തമായി പറയും. അപ്പോൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിലൂടെ തന്നെയാണ്. പഴയ നിയമത്തിൽ ഒട്ടനവധിയായ കാര്യങ്ങൾ ഈശോ സുവിശേഷത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ആകയാൽ ഇന്നിൽ ജീവിക്കുക, നാളേക്ക് വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ സ്വസ്ഥതയും സമാധാനവും പുണ്യങ്ങളാക്കി മാറ്റി ഇന്നേ മുന്നേറുവാൻ, പ്രത്യേകിച്ച് കർമ്മലീത്ത സന്യാസി വിശുദ്ധന്മാരുടെ തിരുനാളെന്ന് ആഘോഷിക്കുമ്പോൾ ഈശോ മലയിലെ പ്രസംഗത്തിലൂടെ നമ്മളോട് പറയുന്നത് പോലെ ആത്മവിശുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ എന്തിനും ഏതിനും ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.